എന്തൂട്ട ഇവിടെ നിക്കണേ, അങ്ങോട്ട് പോടാ. അവിടെ നല്ല ലൈവ് ഷോ ഉണ്ട്, കാണണ്ടേ? ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം കാമചേച്ചി. ആ കോളനി ഇത്ര സൽസ്വഭാവിയും കുലീനവതിയുമായ ഒരു പെണ്ണില്ല. കുറെ അവന്മാർ എന്നെ വെല്ലുവിളിച്ചത് ഞാൻ മൂത്രം ഒഴിക്കുമ്പോ ഇതൊക്കെ പരസ്യമായിട്ടും കാണിച്ചു തുടങ്ങി. അട്ട കടിക്ക് ചേച്ചി, അട്ട കേറി പോന്ന് പറഞ്ഞു എന്റെ സാമാനത്തിൽ കൂടെ. ഇത് ഉദ്ദേശം വേറെയാ. വന്ന് തീരെ കൾച്ചർ ഇല്ലാതായി ബ്ലഡി കൺട്രി പീപ്പിൾ. ഞാനപ്പോ വിചാരിച്ചെന്ന് അട്ട ഉള്ളിടത്ത് തന്നെ ഒന്ന് മൂത്രം ഒഴിക്കാതെ. ബേസിക്കലി മൊത്തത്തില് എല്ലാ കാര്യത്തിലും അല്പം നാണക്കുറവുള്ള പാർട്ടിയാണ് ഞാൻ. അട്ട കടിച്ചോണ്ടിരിക്കുവാടാ. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവനല്ല കാര്യം. എന്നാലും ഒരു സുഖം കേട്ടോ. ആരാടാ നിന്നെ ഈ ദുശീലങ്ങളൊക്കെ പഠിപ്പിച്ചത്? അട്ട കടിക്കുന്ന ഒരു സുഖമൊക്കെ ഉണ്ട്, ചുമ്മാ ഒന്നും അല്ല. ചേച്ചി വേറെ മൂടില്ല. പെമ്പിള്ളേരായ ഇങ്ങനെ ഇരിക്കണം. എന്തൊരു തുറന്ന മനസ്സ്. അട്ട കടിക്കാനെ കൊണ്ട് ഞാൻ ഇരിക്കുകയും ചെയ്യുന്നു. എന്നാ എനിക്ക് അതിനകത്തുള്ള ഒരു പ്രതിവിധി ഉണ്ട് കടിച്ചോണ്ടിരിക്കുന്നത്. ലേശം ഇളക്കമുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. എന്റെ ശരീരം ഇളക്കണ്ടെന്ന് പറഞ്ഞേക്കൂ. ചേച്ചി കഴിഞ്ഞാ സാനിറ്റൈസർ ഒഴിക്കുക. അട്ടയുടെ പാട്ടിനും പോവും, ഞാൻ മൂത്രം ഒഴിച്ച് ജട്ടിയും കയറ്റിട്ട് ഞാൻ എന്റെ പാട്ടിനും പോവും. നല്ല നല്ല കാര്യങ്ങൾ അറിവുള്ളവര് പറഞ്ഞു തരുമ്പോ കേട്ടിരുന്നു പോയി. അപ്പൊ കണ്ട, ഞാൻ അട്ട ഉള്ളിടത്ത് തന്നെ ഇരുന്ന് മൂത്രം ഒഴിക്കുക. എല്ലാം അറിയാ. എന്റെ സഹായം വല്ലതും വേണോ? കേട്ടോ, വെല്ലുവിളിച്ചവന്മാർക്കാണേ. എന്താ പെണ്ണ് പറഞ്ഞിട്ട് പോയത്? കേട്ടിട്ട് കൊതിയായിട്ട് പാടില്ല. എന്നാ അടിച്ചോളൂ. ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. അയ്യോ സദാ